മലയോര മണ്ണായ വയനാടിനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയ ഒരു ശനിയാഴ്ചയായിരുന്നു കടന്നുപോയത്. മാനന്തവാടി ദ്വാരകയിലെ വീട്ടുപടിക്കൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ അജ്ഞാതൻ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നതും. കേരളത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവം വലിയ രീതിയിലുള്ള ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. എന്നാൽ നാട്ടുകാരുടെ ജാഗ്രതയും പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണ മികവും ഒത്തുചേർന്നപ്പോൾ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാനും കുട്ടിയെ സുരക്ഷിതമായി വീണ്ടെടുക്കാനും സാധിച്ചു. ശനിയാഴ്ച വൈകുന്നേരം ദ്വാരകയിലെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 4 വയസ്സുകാരി. പെട്ടെന്നാണ് കുട്ടിയെ കാണാതായത്. സാധാരണയായി വീടിന് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകാറുള്ള കുട്ടി നിമിഷങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതയായത് വീട്ടുകാരെ പരിഭ്രാന്തരാക്കി. തുടക്കത്തിൽ കുട്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നോ അബദ്ധത്തിൽ വഴിമാറി പോയെന്നോ ആണ് കരുതിയത്. എന്നാൽ നാട്ടുകാർ ഒത്തുചേർന്ന് നടത്തിയ തിരച്ചിലും കുട്ടിയെ കണ്ടെത്താനാവാതെ വന്നതോടെ വിവരം മാനന്തവാടി പോലീസിനെ അറിയിച്ചു. രാത്രി ആയതോടെ നാടാകെ പരിഭ്രാന്തിയിലായി. മാനന്തവാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കുട്ടിയെ കാണാതായ സ്ഥലത്ത് നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള തരുവണ എന്ന സ്ഥലത്തു നിന്നും രാത്രി 9:45ഓടെ കുട്ടിയെ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു. തരുവണയിൽ അസ്വാഭാവികമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കുട്ടിക്ക് അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല എന്നതും വലിയ ആശ്വാസമായി. കുട്ടി തനിയെ ഇത്രയും ദൂരം നടന്നു പോകാൻ സാധ്യതയില്ലെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. ഇതോടെ സംഭവത്തിൽ ഒരു 3ാം കക്ഷിയുടെ ഇടപെടൽ പോലീസ് സംശയിച്ചു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ശാസ്ത്രീയമായ തെളിവ് ശേഖരണമായിരുന്നു. ദ്വാരക മുതൽ തരുവണ വരെയുള്ള പാതയിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഒരു ദൃശ്യത്തിൽ അജ്ഞാതനായ ഒരാൾ തന്റെ സ്കൂട്ടറിന്റെ മുൻവശത്ത് കുട്ടിയെ നിർത്തിക്കൊണ്ട് പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. കുട്ടിയുടെ കരച്ചിലോ ബഹളമോ പുറത്തറിയാത്ത വിധം അതീവ തന്ത്രപരമായാണ് പ്രതി കുട്ടിയെ കൊണ്ടുപോയത്. ഇതോടെ ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്കൂട്ടറിന്റെ നമ്പരും പ്രതിയുടെ ശാരീരിക രൂപവും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. CCTV ദൃശ്യങ്ങളിലെ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പടിഞ്ഞാറത്തറ സ്വദേശിയായ ജിഹാസ് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾ ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. തരുവണയിൽ കുട്ടി ഇറക്കിവിട്ട ശേഷം ജിഹാസ് തന്റെ സ്കൂട്ടർ ഒളിപ്പിക്കുകയും വയനാട് ജില്ലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാൾ കോഴിക്കോട് ഭാഗത്തേക്ക് കടന്നതായി പോലീസിന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിവരം ലഭിച്ചു. പ്രതി ട്രെയിൻ മാർഗം ദൂരസ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരീക്ഷണം ശക്തമാക്കി. വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം സിവിൽ വേഷത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് പ്രതിയെ പോലീസ് അതിസാഹസികമായി കീഴ്പ്പെടുത്തി. പ്രതിയെ പിടികൂടിയെങ്കിലും എന്തിനാണ് 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പല സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത്. വീട്ടുകാരിൽ നിന്നും പണം തട്ടാനാണോ ഇയാൾ ലക്ഷ്യമിട്ടതെന്ന് പോലീസ് പരിശോധിക്കുന്നു. കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനാണോ ഇയാൾ കൊണ്ടുപോയതെന്ന് അറിയാൻ വൈദ്യപരിശോധനാ റിപ്പോർട്ടുകൾ പോലീസ് കാത്തിരിക്കുകയാണ്. കുട്ടിയെ മറ്റേതെങ്കിലും ക്രിമിനൽ സംഘങ്ങൾക്ക് കൈമാറാൻ പദ്ധതി ഇട്ടിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. കുട്ടിയെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം പോലീസിന്റെയും നാട്ടുകാരുടെയും അതിവേഗത്തിലുള്ള ഇടപെടലായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. പിടിയിലാകുമെന്ന് ഭയന്നാണ് ഇയാൾ കുട്ടിയെ തരുവണയിൽ ഇറക്കിവിട്ടത്. ഈ സംഭവം വയനാട്ടിലെയും കേരളത്തിലെയും രക്ഷിതാക്കളിൽ വലിയ ആകുലതയുണ്ടാക്കിയിട്ടുമുണ്ട്. സ്വന്തം വീട്ടുമുറ്റത്ത് പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന തോന്നൽ ഭീതിജനകമാണ്. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ മുതിർന്നവരുടെ നിരീക്ഷണം എപ്പോഴും വേണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. തരുവണയിലെ നാട്ടുകാർ കാട്ടിയ ജാഗ്രതയാണ് കുട്ടിക്ക് രക്ഷയായത്. അപരിചിതരായ കുട്ടികളെ കണ്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കുന്ന ശീലം ഓരോ പൗരനും ഉണ്ടാകണം. പ്രതി ജിഹാസിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. കൃത്യമായ തെളിവുകളോടെ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കോഴിക്കോട് നിന്നും പിടിയിലായ പ്രതിയെ വയനാട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. മാനന്തവാടിയിലെ ഈ സംഭവം കേരള പോലീസിന്റെ കാര്യക്ഷമതയുടെ അടയാളം കൂടിയാണ്. CCTV ദൃശ്യങ്ങൾ കൃത്യമായി അപഗ്രഥിച്ചും പ്രതിയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചും വലിയൊരു ദുരന്തം ഒഴിവാക്കി. കുട്ടിയെ സുരക്ഷിതമായി തിരിച്ചു കിട്ടിയത് വലിയൊരു ഭാഗ്യമായി കരുതുമ്പോഴും ക്രിമിനൽ മനസ്സുള്ളവർ നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നു എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ ജാഗ്രതയും ശക്തമായ നിയമപാലനവും അനിവാര്യമാണ്.